നമസ്കാരം. ഒഴുകുപാറ പുന്നമുക്ക് ജംഗ്ഷനിൽ സഞ്ജീവനി മെഡിക്കൽ സെൻ്റർ എന്ന പേരിൽ ഒരു ചികിത്സാ കേന്ദ്രം തുറന്ന് പ്രവർത്തനം ആരംഭിച്ച വിവരം ഏവരെയും സസന്തോഷം അറിയിക്കുന്നു. ഇന്നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കൃത്യവും കാര്യക്ഷമവുമായ രോഗനിർണയം നടത്തുന്നതിനുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ലബോറട്ടറി, ഹൃദയത്തിൻ്റെ അവസ്ഥ നിർണ്ണയിക്കുന്നതിനായുള്ള ECG സേവനങ്ങൾ, പൂർണ്ണമായും സ്റ്റോക്ക് ചെയ്ത ഫാർമസി തുടങ്ങിയ സൗകര്യങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. കൂടാതെ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ഉയർന്ന നിലവാരത്തിലുള്ള വൈദ്യസഹായം നൽകുന്നതിന് വേണ്ടി സമർപ്പിതരായ യോഗ്യരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ശരിയായ രീതിയിലുള്ള പരിശോധനകളും രോഗനിർണയവും നമ്മുടെ ജീവിതചര്യ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ജീവിത നിലവാരവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. മാത്രമല്ല, പ്രദേശവാസികളുടെ യാത്രാ ചെലവും സമയനഷ്ടവും ഒരു പരിധിവരെ ഒഴിവാക്കാനും ഇത്തരം ആരോഗ്യ കേന്ദ്രങ്ങൾ സഹായിക്കുന്നു. വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗനിർണയ ക്യാമ്പുകൾ, പ്രതിരോധ നടപടികൾ തുടങ്ങിയവ ഒരുക്കി ജനങ്ങളുടെ ആരോഗ്യകരമായ കാര്യങ്ങളിൽ നിരന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നും കൂടാതെ തുടർന്നുള്ള ദിവസങ്ങളിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിൻ്റെ സേവനങ്ങൾ ലഭ്യമാകുമെന്നും സഞ്ജീവനി മെഡിക്കൽ സെൻ്റർ അധികൃതർ അറിയിച്ചു. എന്തുകൊണ്ടും ഒരു പ്രാദേശിക മെഡിക്കൽ സെൻ്റർ ഉള്ളത് സമൂഹത്തിൻ്റെ മനോവീര്യവും അവരുടെ ആരോഗ്യക്ഷേമത്തിലും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരവും കൂടുതൽ പ്രതിരോധശേഷി ഉള്ളതുമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സഞ്ജീവനി മെഡിക്കൽ സെൻ്ററിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ യോഗ നടപടികൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ നാട മുറിച്ച് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി ആദ്യമായി യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി ശ്രീ ഗിരിയെ ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ചടങ്ങിൻ്റെ പരിപാടികൾ ആരംഭിക്കുന്നു. അപ്പം അതിൻ്റെ സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ശ്രീ ബാബുകൃഷ്ണനെ ക്ഷണിക്കുന്നു. പരിസര പ്രദേശങ്ങളിലൊന്നും തന്നെ ഇങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റോറോ ലാബോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് ഇവിടെ തന്നെ ഈ പുന്നമുക്ക് ജംഗ്ഷനിൽ തന്നെ തുടങ്ങുന്നത് എന്തുകൊണ്ടും ഉത്തമമായിരിക്കും എന്നുള്ള ഒരു ഇതോടുകൂടിയാണ് അദ്ദേഹം ഈ കെട്ടിടം ഞങ്ങൾ വിട്ടുതരികയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാപ്തി എനിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രാപ്തിയുടെ പിന്നിൽ പ്രവർത്തിച്ച് ഈ നാട്ടുകാരാണ്. എല്ലാവരും ചെറിയവരും വലിയവരും ആയിട്ടുള്ള ശത്രുക്കളും മിത്രങ്ങളുമായിട്ടുള്ള എല്ലാവരും നൽകിയ എന്ന് കാണിച്ച അനുകമ്പയും സ്നേഹവും ഈ ഒഴുകുപാറ എന്ന് പറയുന്ന സ്ഥലം ഈ പരിസര പ്രദേശങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ആശ്രയിക്കാവുന്ന ഒരു ബിസിനസ് കേന്ദ്രമായി മാറണം. ചെറിയ കച്ചവടം ഈ നാട്ടിലുള്ള ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ കച്ചവടങ്ങളും ബിസിനസ്സും കൂടുതൽ പുരോഗമിക്കണം. കൂടുതൽ ചന്തയുണ്ട്, മറ്റു പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ചുവട് പിടിച്ചുകൊണ്ട് അത് നന്നായി നടക്കണമെന്നാണ് വിചാരിക്കുന്നത്. മിതമായ നിരക്കിലാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് മാനുഷിക പരിഗണന അല്ലെങ്കിൽ ഒരു സേവന സന്നദ്ധമായിട്ടുള്ള ഒരു കൂട്ടം പ്രവർത്തകരുടെ ഒരു മേഖലയായിട്ട് ഇത് മാറും. അപ്പോൾ നമുക്കറിയാം, അങ്ങനെ ഒരു സമൂഹ നന്മയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത ഒരു സംരംഭം തുടങ്ങാൻ ഉള്ള ഒരു അങ്ങനെയുള്ള പ്രവർത്തന മികവ് നമുക്ക് ദൈവമായിട്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തകർ തരുമെന്ന ഒരു വിശ്വാസമുണ്ട്. ഇത്തരം സംരംഭങ്ങൾ ഈ നെടുങ്ങോലത്ത് മാത്രമല്ല എല്ലാ മേഖലകളിലും ചെയ്യാൻ ഉതകുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
നിശ്ചയമായും നമ്മുടെ പ്രദേശത്തെ ആളുകൾക്ക് ഇതൊരു അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി, അല്ലെങ്കിൽ അവർക്കൊരു അത്താണിയായി, അവരുടെ താങ്ങായി, അവർക്ക് പെട്ടെന്ന് ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ഒരു കേന്ദ്രമായി ഈ സ്ഥാപനം വളർന്നു വരട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് 3 ഉദ്ഘാടനങ്ങൾ ഇവിടെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എൻ്റെയും കൂടെ അതിൻ്റെ ഭാഗമായി ഈ സഞ്ജീവനി മെഡിക്കൽസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന നിലയിൽ ശ്രീ ബാബുസുനിൽ ആവശ്യപ്പെട്ടു, എന്നോട് ക്ഷണിച്ചു. അതിലുള്ള പ്രത്യേക നന്ദിയും കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും അനുമതിയോടുകൂടി സഞ്ജീവനി മെഡിക്കൽസിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം, ആടമർച്ച ഉദ്ഘാടനത്തിന് മുമ്പ് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ ഏറെ സന്തോഷത്തിലാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ ഞാനും പങ്കെടുക്കുന്നത്. നഗരത്തിൻ്റെ യാതൊരു പ്രയോജനങ്ങളും ഉൾക്കൊള്ളുവാൻ കഴിയാൻ പറ്റില്ലാത്ത ഒരു ഗ്രാമവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രദേശത്ത് ആരോഗ്യ മേഖലയിൽ കയ്യെത്തും ദൂരത്ത് സേവനം ലഭിക്കുന്നു എന്ന് പറയുമ്പോഴുള്ള സന്തോഷം. ഞാൻ സഞ്ജീവനി മെഡിക്കൽ ലബോറട്ടറിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഈ പറയും പോലെ നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റം കാരണം കുറേയധികം പ്രശ്നങ്ങൾ നേരിടുന്ന, ആരോഗ്യ പ്രശ്നം നേരിടുന്ന സാഹചര്യമാണ്. ഇവരെല്ലാവരും നെടുങ്കോടൻ രാമറാവു ആശുപത്രിയിലോ ലാബ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നെടുങ്കോടൻ രാമറാവു ആശുപത്രിയിൽ വരും, അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രൈവറ്റ് സ്ഥാപനമായ വിഹാറിലേക്ക് പോകും. അങ്ങനെയാണ് ഇവിടുന്ന് ഇത് ചെറുക്കര അല്ലെങ്കിൽ പാറയിലുള്ളവർ ഉൾപ്പെടെ അങ്ങനെയാണ് പോകുന്നത് രാവിലെ. അപ്പോൾ അതിനൊരു ആശ്വാസകരമായി അവർക്ക് അത്രയൊരു യാത്ര ഒഴിവാക്കിയിട്ടുണ്ട്. ആ തരത്തിലേക്ക് നമ്മുടെ ഇവിടെ ഒരു സെൻറ്റർ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. സ്വാഭാവികമായിട്ടും നെടുങ്കോലം ആശുപത്രിയുണ്ട്. 2 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ പ്രാഥമിക ചെറുക്കര പ്രാഥമിക കേന്ദ്രം ഈ അടുത്ത കാലത്തായിട്ട് പ്രവർത്തനം ആരംഭിച്ചു. പക്ഷെ ഇതൊന്നും ജനസംഖ്യയുടെ ബാഹുല്യത്തിനനുസരിച്ച് നോക്കുമ്പോൾ പര്യാപ്തമല്ല. ശ്രീ ഗിരി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മറ്റൊരു പശ്ചാത്തലമുണ്ട്. സാമൂഹിക പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന അവരുടെ പ്രവർത്തന പരിചയവും സമൂഹത്തോടുള്ള കമ്മിറ്റ്മെൻറ്റും ഈ പ്രസ്ഥാനത്തിൻ്റെ കർത്തന് പിന്നിൽ ഞാൻ കാണുന്നു. തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അസുഖം മാറ്റി കൊടുക്കുകയും വേണം. ഇപ്പോൾ ഒരുപാട് പേര് നമുക്ക് എൻ്റെ അടുത്ത് വരുന്നത് ഒരുപാട് പേര് ഈ ചികിത്സ പലയിടത്തും പോയിട്ട് പിന്നെ അവർ ഫോളോ അപ്പ് എന്ന നിലയിലാണ് കൂടുതൽ എൻ്റെ അടുത്ത് നമുക്ക് എത്തുന്നത്. നമുക്ക് അന്നേരം ഈ ഡയഗ്നോസ് എളുപ്പം വേണം, ഡയഗ്നോസ് പെട്ടെന്ന് എത്തണം, അതിനുള്ള ചികിത്സ നിർണ്ണയിക്കണം. പിന്നെ നമുക്ക് അതോടൊപ്പം മെഡിസിൻ, ക്വാളിറ്റിയുള്ള മെഡിസിൻസ് കൊടുക്കണം. പിന്നെ ഇതെല്ലാം നമുക്ക് കടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ കാണാത്തൊരു സൈഡാണ് ഈ റീഹാബിലിറ്റേഷൻ സൈഡ്. അതായത് ചികിത്സയെല്ലാം നടക്കും, പക്ഷെ നമുക്ക് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിലോട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഒരവസ്ഥ. കാരണം എപ്പോഴും ക്ഷീണവും ബാക്കിയുള്ള എല്ലാം ഒരു തിരിച്ച് നമ്മൾ വീട്ടിനുള്ളിൽ തന്നെ എത്തിപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് കടന്നു പോകുന്നുണ്ട്.
Thank you.